അയ്യപ്പ ബത്ലഹേം കുടുംബ യൂണിറ്റ് മോനെ, കിടുപടം. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റി. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പലതും എനിക്കിതിൽ റിലേറ്റ് ചെയ്യാൻ പറ്റി. ഗിരീഷേടി മാൻ, എന്താ പറയാ, ഗിരീഷേടി നമ്മളുടെ വീടും നമ്മളുടെ ആ ഒരു അയൽവക്കൊക്കെ ഇങ്ങനെ ഒരു ആള് നോക്കിക്കണ്ട് എഴുതിയ പോലെ എനിക്ക് തോന്നുന്നത്. അബ്സല്യൂട്ട് ബ്രില്യൻറ്റ്. കാണുന്ന ഓരോ പ്രേക്ഷകനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മിഡിൽ ക്ലാസ് ബോയ്സിന്, മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു സംശയമില്ല. അത്രക്ക് ഡീറ്റെയിൽ ആയിട്ടും വളരെ നല്ല എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എഴുതി വെച്ചിരിക്കുന്ന സ്ക്രീൻ പ്ലേ എങ്ങനെ ഗിരീഷ് എനിക്ക് സാധിക്കുന്നു എന്നാണ് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റി. എൻ്റെ പേഴ്സണൽ ലൈഫിലും എൻ്റെ എല്ലാത്തിലും ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അതിൽ റിലേറ്റ് ചെയ്യാൻ പറ്റി. സൂപ്പർ, അടിപൊളി. പിന്നെ എടുത്തു പറയുന്നത് നിവിൻ പോളി എന്ത് ഈസി ആയിട്ടാണ് നിവിൻ പോളി അത് ഇങ്ങനെ ഒരു ഡെലിവർ ചെയ്യുന്നതെന്നറിയും. വളരെ നൈസായിട്ട്, വളരെ സിമ്പിളായിട്ട് എക്സ്പ്രഷൻസ് ആയാലും ആ ഒരു ഈസി, ആ ഒരു തമാശയായാലും ഇമോഷൻ സീരിയസ് ആവേണ്ടത് സീരിയസ് എല്ലാം പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ചെയ്യുന്നുണ്ട്. അമിതാഭ് ബൈജുവും ആ ഒരു ക്യാരക്ടറിനനുസരിച്ച് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാവരും സുരേഷ് കൃഷ്ണ, പിന്നെ നമ്മളെ സംഗീത്, എല്ലാവരും അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല രീതിയിൽ വർക്കായി. ഞാൻ ഇനി എന്തായാലും കാണാൻ പോകും ഫാമിലി ആയിട്ട്. അത്രയ്ക്ക് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളുടെ ലൈഫിലുണ്ടായതും നമ്മളുടെ ചുറ്റു കാണുന്നതുമൊക്കെ വളരെ റിലേറ്റബിൾ. റോം കോം എന്നൊരു ജോണർ റോംകോം, പിന്നെ അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ എങ്ങനെ ഉണ്ടാവുന്നു. അതാണ് നിവിൻ പോളി ഓണം തൂക്കിയോ ഷുവർ. അതെന്തായാലും ഇത് ഇനിയിപ്പോ നല്ലൊരു കളക്ഷൻ ബോക്സ് ഓഫീസ് എടുത്തിട്ട് നിൽക്കുള്ളൂ. സൂപ്പർ. എന്താ പറയാ, എല്ലാവരും പോയി കാണുക. തിയേറ്ററിൽ തന്നെ പോയി ആ ഒരു ഫുൾ ക്രൗഡിൻ്റെ ഉള്ളിൽ ഇരുന്ന് കാണാൻ ശ്രമിക്കുക. ബൈ.